ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ട്രക്കേഴ്സ് ഓഫ് ഹീറോ 3 സ്കിൻ ഉണ്ടാക്കാൻ പോവാണ്. അതിന് നമുക്ക് വേണ്ടത് ഐബിസ് പെയിൻറ്റെക്സ്, റിമൂവ് ബി ജി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് കയറുക, പിന്നെ എലമെൻറ്റ്സ്. ഐബിസ് പെയിൻറ്റെക്സിലായിരിക്കും നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ റിമൂവ് ബി ജി എന്ന് പറഞ്ഞ സൈറ്റിൻ്റെ ആപ്ലിക്കേഷനെ കയറിയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ കട്ടൗട്ട്സ് ഒക്കെ എടുക്കാൻ പോകുന്നത്. ഇതിൽ കയറിയിട്ട് നമുക്ക് ഒരു ഇമേജ് ട്രാൻസ്പെറൻറ്റ് PNG കട്ടൗട്ടാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ റിമൂവ് ഡോട്ട് ബി ജി എന്ന് പറഞ്ഞത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ റിമൂവ് ഡോട്ട് ബി ജി പോയിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഏത് എലമെൻ്റാണോ വേണ്ടത് ആ എലമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് PNG ആക്കി കിട്ടും. അതിൻ്റെ അകത്ത് ഈ സൈറ്റിലോ ആപ്ലിക്കേഷനിലോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സൈറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട എലമെൻറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതൊരു PNG ട്രാൻസ്പെറൻറ്റ് ഇമേജ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ട്രക്കിന് ഇടാൻ ഉദ്ദേശിക്കുന്ന എല്ലാ എലമെൻറ്റും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് എടുക്കുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ഐബിസ് പെയിൻറ്റെക്സിൽ വന്നിട്ട് മൈ ഗാലറി വന്നിട്ട് താഴെ കാണുന്ന പ്ലസ്സിൽ കൊടുത്ത് ഇമ്പോർട്ട് പിക്ചർ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ട്രക്കിൻ്റെ ടെംപ്ലേറ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. നമ്മുടെ ട്രക്കിൻ്റെ ടെംപ്ലേറ്റ് വാണ്ട സോഫ്റ്റ്വെയറിൻ്റെ ഡിസ്കോഡ് സെർവറിൽ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇമ്പോർട്ട് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വരും. അത് നിങ്ങൾ ഞാൻ ഈ ചെയ്ത പോലെ ചെയ്യുക. എന്നിട്ട് ഒരു ലെയർ ആഡ് ചെയ്യണം. ആ ലെയർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയി ഇടുക, റീഅറേഞ്ച് ചെയ്യുക. അത് റീഅറേഞ്ച് ചെയ്തതിന് ശേഷം അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ആഡ് ചെയ്യുന്ന എലമെൻസ് എല്ലാം അതിലൂടെ ഈ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അതുമായിട്ട് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയി ഇടുന്നത്. ഇല്ലെങ്കിൽ അത് ജസ്റ്റ് പ്ലെയിൻ ഇമേജ് കൊണ്ടുപോയി വെച്ച പോലെ ഇരിക്കും. നമുക്കത് എങ്ങനെ ഏതൊക്കെ ഭാഗം ഈ സ്കിന്നിൽ തെളിഞ്ഞ് വരുമെന്നൊന്നും കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട എലമെൻസ് എല്ലാം പയ്യെ ആഡ് ചെയ്തിട്ട് തുടങ്ങുക. നിങ്ങൾക്ക് എലമെൻറ്റ്സ് ലേശം അഡ്ജസ്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ടൂൾസൊക്കെ ഉണ്ട്, ബ്രഷ്, സ്കെയിൽ, റൂളർ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തേണ്ടി വരും. ഇപ്പോൾ എനിക്ക് ലൈറ്റ്നിങ് മെക്കീൻ്റെ സൈഡിലത്തെ ലൈറ്റ്നിങ് അത്ര പെർഫെക്റ്റ് അല്ല, അപ്പോൾ ലേശം അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തേണ്ടി വരും. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു, കാരണം എനിക്ക് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. അപ്പോൾ അന്നേരം അങ്ങനെ വന്നപ്പോൾ വീഡിയോയ്ക്ക് ഭയങ്കര നീളം വന്നു. 10, 20, 25, 30, 35 മിനിറ്റൊക്കെ വന്നു. അതുകൊണ്ട് ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങളിങ്ങനെ കുറേ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടത്തുക. വേണമെങ്കിൽ അത് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾ മെനക്കെട്ടിരുന്ന് നിങ്ങൾക്ക് വേണ്ട എലമെൻറ്റ്സ് കണ്ടുപിടിക്കുക, നിങ്ങളുടെ ഇഷ്ടം. ഇത് കുറേ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ ഇത് ട്രാൻസ്പെറൻറ്റ് PNG ഇമേജ് ആയിട്ട് വേണം സേവ് ചെയ്യാൻ. പിന്നെ ഈ ഫെൻഡേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ടയറിൻ്റെ മുകളിൽ വരുന്നത്, അത് ഈ ട്രക്കിൻ്റെ അകത്ത് ഈ ഗെയിമിൻ്റെ അകത്ത് ട്രക്കിന് കളർ കൊടുക്കുമ്പോൾ ആ കളർ വരില്ല. അപ്പോൾ അത് ബ്ലാക്ക് തന്നെയായിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾ ഈ ട്രക്കിന് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളറുമായിട്ട് മാച്ചാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇതിൻ്റെ അകത്ത് തന്നെ കളർ കൊടുക്കണം. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഫെൻഡേഴ്സിന് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഫെൻഡേഴ്സിന് നിങ്ങൾ കളർ കൊടുക്കുക, ട്രക്കിൻ്റെ കളറായിട്ട് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അത് ബ്ലാക്ക് ആയിട്ട് തന്നെ ഇരിക്കാനാണെങ്കിൽ ബ്ലാക്ക് ആയിട്ട് തന്നെ വെക്കുക. അത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ആയിട്ട് വെക്കാനാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളറുമായിട്ട് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കളർ കൊടുക്കേണ്ടി വരും. അതിന് ഗൂഗിളിൽ പോയിട്ട് ഹെക്സ് കോഡൊക്കെ സെർച്ച് ചെയ്തെടുത്ത് ഇതിൻ്റെ അകത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചും പറഞ്ഞില്ലായിരുന്നു മറ്റേ ഫെൻഡേഴ്സിന് കളർ കൊടുക്കുന്നത്. അത് ഇതുപോലെ കൊടുക്കുന്ന കാര്യം കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് ഫെൻഡേഴ്സ്. നിങ്ങൾക്ക് പാർട്സ് അറിയില്ലെങ്കിൽ ആദ്യം വെറുതെ എല്ലാത്തിനും കളർ കൊടുത്തിട്ട് ട്രക്കിൽ അപ്ലൈ ചെയ്തിട്ട് ആദ്യം ഇത് ഫുള്ള് കളർ ചെയ്യുക. എന്നിട്ട് ഓരോ പാർട്ടിനും ഓരോ കളർ വേണ്ട കേട്ടോ കൊടുക്കാൻ. എന്നിട്ട് അത് വെറുതെ ട്രക്കിന് കൊണ്ടുപോയി അപ്ലൈ ചെയ്തിട്ട്
ഓരോ കളർ ഏത് ഭാഗത്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അത് റെഫറൻസ് ആക്കിയിട്ട് ഓരോ ഭാഗവും ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അത് ഒരു വഴിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ട്രക്കിൻ്റെ സ്കിന്നിൻ്റെ പാർട്സ് അറിയത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടേക്കാം. ഞാൻ ഇടുന്നുണ്ട്, അല്ല ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇത് എന്തായാലും ആദ്യ തവണ എന്തായാലും സെറ്റാവില്ല, കറക്റ്റ് ഒന്നും ആവണമെന്നില്ല. അപ്പോൾ അത് നിങ്ങൾ 2-3 തവണ വീണ്ടും ചെയ്ത് നോക്കേണ്ടി വരും. പിന്നെ ഇഫ് യു ആർ വെരി ലക്കി യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് ട്രൈ ഇറ്റ് സെൽഫ് ആൻഡ് യു ഹാവ് മേഡ് യുവർ മാസ്റ്റർ പീസ്. അത് കറക്റ്റായിട്ട് ഫിറ്റ് ആയാൽ നിങ്ങൾ നിങ്ങളുടെ മാസ്റ്റർ പീസ് ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് അവസാനം സാധനം എല്ലാം കൂടി അപ്ലൈ ചെയ്യുക, നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളർ കൊടുക്കുക. എന്നിട്ട് എൻജോയ് ട്രക്കിംഗ് വിത്ത് യുവർ ന്യൂ ട്രക്ക്, ഷോ ഓഫ്, ഫ്ലെക്സ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഫ്രണ്ട്സ്, വാട്ട് എവർ നിങ്ങളുടെ ഇഷ്ടം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു. ഞങ്ങളുടെ ചാനൽ, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ഒക്കെ കൊടുക്കുക. എല്ലാവരും പരമാവധി ഷെയറും ലൈക്കും ചെയ്ത് ഈ ചാനൽ വളരെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.